വസന്ത് തെങ്ങുമ്പള്ളി, ഇത് എല്ലാ സർക്കാരുകളുടെയും അവസാന ബജറ്റ് ഇങ്ങനെയാണ്. മുൻപ് വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമായിരുന്നു, ഇപ്പോൾ ഫുൾ ബജറ്റായിട്ട് തന്നെ അവതരിപ്പിക്കുകയാണ്. അതിന് കൂടുതൽ സമയം എടുക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ചു കാലമായി അങ്ങനെ കണ്ടുവരുന്നതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ എന്തു പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അവകാശപ്പെടുന്നത് ഇത് UDF സർക്കാർ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്, ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ബജറ്റാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അധികാരത്തിൽ വരുന്നു എന്നുള്ളൊരു തോന്നൽ, ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിൻ്റെയും ആവശ്യമില്ല. കാരണം നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ബജറ്റ് വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളാണ് എങ്കിൽ അപ്പോൾ നിങ്ങളും അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ കാണുകയാണ്, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട്, മറുതന്ത്രമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പോവുകയാണ്. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞ എന്താ, ഈ ബഡ്ജറ്റ് അക്ഷരാർത്ഥത്തിൽ യാതൊരു ബേസും ഇല്ലാത്ത ബേസ്ലെസ് ബഡ്ജറ്റാണ് എന്ന് പറയുന്നതിനോടൊപ്പം 2026-27 വർഷത്തെ, അതായത് ഈ വരാൻ പോകുന്ന ധനകാര്യ വർഷത്തെ ബഡ്ജറ്റ് UDFന്റെ ധനമന്ത്രി അവതരിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ഞങ്ങൾ പുതിയ ബഡ്ജറ്റ് കൊണ്ടുവരും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കിയതാണെന്നും കഴിഞ്ഞ 10 വർഷക്കാലം ഇതേ കാര്യങ്ങൾ തന്നെയാണ് ബാലഗോപാലനും തോമസ് ഐസക്കും പ്രഖ്യാപിച്ചതെന്നും 85 രൂപയുടെ കോഴി മുതൽ എല്ലാ വീട്ടിലും ലാപ്ടോപ്പ് അടക്കം കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ സംസാരിച്ച പ്രൊഫസർ മോഹൻകുമാർ അദ്ദേഹം പറഞ്ഞു, ഈ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ട്, ഇതിനു മുമ്പ് പ്രഖ്യാപിച്ച പലതും നടപ്പിലാക്കി കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം സൂമിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ രണ്ടാമത്തെ ബഡ്ജറ്റിൽ ബാലഗോപാൽ പ്രഖ്യാപിച്ച എല്ലാ വീട്ടിലും ലാപ്ടോപ്പ്, ആ ലാപ്ടോപ്പിന്റെ വകയായി സൗജന്യമായി സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞ ആ ലാപ്ടോപ്പ് ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ചർച്ചയിൽ പങ്കുചേരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കേരളത്തിൽ അത് കിട്ടിയ ആരെയും എനിക്കറിയില്ല, ഇനി അദ്ദേഹത്തിന് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ തൊട്ടിരിക്കുന്ന പല ചർച്ചകളിലുമുള്ള പ്രതിനിധികളോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ എല്ലാം വീട്ടിൽ, ഇടതുപക്ഷത്തിന്റെ നേതാക്കളുടെ എല്ലാം വീട്ടിൽ ചിക്കൻ കറിയോട് അത്രമാത്രം എതിർപ്പുള്ള ആർക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു മാസത്തിനിടയിൽ ഒരു തവണയെങ്കിലും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ഈ ബാലഗോപാലിന്റെ 85 രൂപയുടെ ചിക്കൻ കിട്ടുന്ന ഏത് കടയാണുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ പോയി കുറച്ച് ചിക്കൻ മേടിച്ച് കഴിക്കാമായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം 2 മാസം കഴിയുമ്പോൾ ഈസ്റ്ററൊക്കെ വരികയാണല്ലോ. അപ്പൊ ഈസ്റ്ററിന് കുറച്ച് ചിക്കൻ മേടിക്കണമെങ്കിൽ ഈ 85 രൂപയുടെ തോമസ് ഐസക്കിന്റെ ചിക്കൻ അതെവിടെ കിട്ടും എന്ന് കൂടി പറഞ്ഞാൽ മതി. ഒരുപക്ഷെ ഇത് തമാശയായി തോന്നുമെങ്കിലും ഇത് കേരളത്തിന്റെ നേർസാക്ഷ്യമാണ്. ഇവർ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പിലായിട്ടില്ല എന്നതിന്റെ സത്യമാണ്. നോക്കൂ, ഈ ബഡ്ജറ്റിൽ ഈ പറയുന്ന വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട സുരക്ഷയ്ക്ക് വേണ്ടി 100 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ എത്രയാണ് മാറ്റിവെച്ചത്? 70 കോടി രൂപ. അതിന് മുമ്പത്തെ ബഡ്ജറ്റിലോ 56 കോടി രൂപ. ഈ 70 കോടിയിൽ എത്രമാത്രം ഉപയോഗിച്ചു? 40% ഉപയോഗിച്ചു. കേന്ദ്രം കൊടുത്തത് എത്രയാ? 400 കോടി. എത്ര ലാപ്സായി? ആ കേന്ദ്രം കൊടുത്ത 400 കോടിയിൽ 25 ലക്ഷം മാത്രമാണ് ഉപയോഗിച്ചത്. ബാക്കി 395 കോടി രൂപ, 375 കോടി രൂപയും എന്ത് ചെയ്തു? തിരിച്ചു കൊടുക്കേണ്ടി വന്നു സർക്കാരിന്. അതായത് വന്യജീവി ആക്രമണം അതിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച പണം പോലും ഉപയോഗിക്കുന്നില്ല. പിന്നെയാണ് അവർ 100 കോടി കൂടി ഇനി പ്രഖ്യാപിക്കുന്നത്. വേറൊരു രസമുണ്ട്, ഏതെങ്കിലും ബഡ്ജറ്റിൽ ട്രംപിനെയൊക്കെ വിമർശിക്കാൻ ഒരു ബഡ്ജറ്റ് പ്രസംഗം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഏത് 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 വിവരമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ജയറാമിന്റെ. ആ കണക്കിനാണ് സ്വപ്ന ലോകത്തെ ബാലഭാസ്കറായി മാറിയിരിക്കുകയായിരുന്നു ധനമന്ത്രി. ഇന്ന് ട്രംപിനെ പേടിപ്പിച്ചു കളഞ്ഞു ബഡ്ജറ്റിലൂടെ. ട്രംപ് അടങ്ങിയിരുന്നോളം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളുടെ ബഡ്ജറ്റിൽ ട്രംപിനെതിരെ ഞങ്ങൾ ഫണ്ട് വകയിരുത്തും. ലോക സമാധാനത്തിനായിട്ട് തുക നീക്കി വെച്ചവരാണ്. അല്ല, ആ സമാധാനത്തിന്റെ പൈസ എടുത്ത് ഇവർ പുട്ടടിച്ചു. അങ്ങനെ അവർക്കെല്ലാം സമാധാനം കിട്ടി. ആ പൈസ കിട്ടി, എല്ലാവർക്കും കുറച്ച് സമാധാനം ആശ്വാസമൊക്കെ കിട്ടി. എന്നതിനപ്പുറത്ത് 2 കോടി രൂപയാണ് ശ്രീ മഞ്ജുഷ് ലോക സമാധാനത്തിന് മാറ്റിവെച്ചത്. ഇപ്പൊ ഇന്ന് സൗഹാർദ്ദത്തിന് ഒരു 2 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ആർക്കുമെതിരെ കേസെടുക്കാത്ത, അവരെ എല്ലാം കയറൂരി വിടുന്ന, ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെയും ഈ പറയുന്ന പാലക്കാട് നീ അഫ്ഗാനിസ്ഥാനിയാണോ എന്ന് ചോദിച്ച് തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന പിണറായി വിജയൻ പോലീസിന്റെ കീഴിലാണ് ഇന്ന് മതസൗഹാർദ്ദത്തിന് വേണ്ടി പണം. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ? ക്രിസ്മസ്, ഈസ്റ്റർ, വിഷു, ബക്രീദ് തുടങ്ങിയ ആഘോഷങ്ങളിൽ ഈ പണം എടുത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ആഘോഷ വിരുന്നങ്ങ് സംഘടിപ്പിക്കും. എന്ത്? മതസൗഹാർദ്ദത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ പേരിൽ നേതൃത്വത്തിൽ വിരുന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.